കാശ്മീരിൽ ഭീകരരുടെ തോക്കിന് മുമ്പിലാണ് ആരതി നേരിട്ടതെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ ഭീകരരുടെ വെർബൽ അബ്യൂസിനാണ് ആരതി ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ആരതി താങ്കൾ ഒറ്റക്കല്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം ഇന്ന് മലയാളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡ ഭാരതത്തിൻ്റെ ഐക്യത്തിന് തന്നെ വിള്ളലുണ്ടാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളായിരുന്നു ആദ്യം പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വളരെയധികം വേദനയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ആ വാർത്തയെ സ്വീകരിച്ചത്. നമുക്കറിയാം ആദ്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഭീകരർ അവിടെ കൊല്ലപ്പെട്ട ആളുകളുടെ മതം ചോദിച്ച് ഒരു മതത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അവരെ വെറുതെ വിടുകയും അല്ലാത്തവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആളുകളെ കൊന്നൊടുക്കിയത് എന്ന രീതിയിലുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമുണ്ടാക്കിയ കാര്യമാണ്. കാരണം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നീ ജാതി മതഭേദങ്ങൾ തന്നെ നാം എല്ലാവരും ഒന്നാണ് എന്ന മനോഭാവത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഈ ഒരു രാജ്യത്ത് പരസ്പരം വൈര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളായിരുന്നു മാധ്യമങ്ങളിൽ ആദ്യമായി നമ്മൾ കണ്ടിരുന്നത്. പ്രധാനമായും ഈ വീഡിയോയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിലെന്നല്ല എസ്പെഷ്യലി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ സംഘികൾക്ക് യാതൊരുവിധ സ്കോപ്പുമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ വർഗീയതയുടെ വിഷലിപ്തങ്ങളായ സംഘപരിവാറിനെ അകറ്റി നിർത്തിയ ഈ കേരളത്തിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു ആയുധമായിരുന്നു ഈ ഭീകരാക്രമണം. അതിനെ മാറ്റുകയായിരുന്നു. നമുക്കറിയാം മതത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ കൊന്നൊടുക്കിയതിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ രാമചന്ദ്രൻ എന്ന ആ മഹാമനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾ ആരതി വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംഘപരിവാർ ഈ കൊച്ചു കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വിഷലിപ്തമായ കാര്യങ്ങൾക്കെതിരായി സംസാരിക്കുകയും തനിക്ക് കാശ്മീരിൽ വെച്ച് 2 സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ കിട്ടി എന്ന് പറഞ്ഞ് ആ ഒരു മതത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്തതോടുകൂടി നമുക്കറിയാം സംഘപരിവാർ ഈ കൊച്ചു കേരളത്തെ എത്രത്തോളം വിഷലിപ്തമാക്കിയിരുന്നോ. ആ ആരതിയുടെ ആ വാക്കോടുകൂടി സംഘപരിവാർ ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചിരുന്ന എല്ലാ കള്ളത്തരങ്ങൾക്കുമുള്ള ശുദ്ധ മറുപടിയായിരുന്നു. കാരണം സംഘപരിവാർ പ്രതീക്ഷിച്ചിരുന്നത് ആരതിയിലൂടെ വിഷലിപ്തമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനെ ആരതി സപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി ഈ കേരളത്തെ അവരുടെ കൈകളിലാക്കാമെന്ന വ്യാമോഹമായിരുന്നു. അതിനെയാണ് മതേതര കേരളം ഒറ്റക്കെട്ടായി ആരതിയുടെ വാക്കിലൂടെ പുറത്തു വന്നത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഈ വീഡിയോയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു 3 കുറിപ്പ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കുറിപ്പ് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജേക്കബ് ജോർജിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ FB വാളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് പ്രകാരമാണ്: ഇന്നലത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്നൊരു തോന്നൽ. ആര് ഹിന്ദു ആര് മുസ്ലിം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭീകരന്മാർ നിരായുധരായ മനുഷ്യരെയും കുടുംബാംഗങ്ങളുടെ മുൻപിൽ വെടിവെച്ച് വീഴ്ത്തിയത് എന്നായിരുന്നു ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത്. അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. നിരപരാധികളായ മനുഷ്യരുടെ രക്തം ഇന്ത്യയിലെ സാധാരണ മുസൽമാന്റെ ദേഹത്ത് തെറിപ്പിച്ച് അവരെ ഒന്നാകെ വെറുപ്പിന്റെ കലയങ്ങളിലേക്ക് എടുത്തെറിയുക, ഒരു വൻ വിഭജനം സാധ്യമാക്കുക. പക്ഷെ അതല്ല നടന്നത് എന്നാണ് തോന്നുന്നത്. ഒരു സമുദായ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കി
അതിൽ തങ്ങളുടെ വേഷം ചെയ്തിട്ട് സ്ഥലം വിട്ടാൽ ബാക്കി ഇന്ത്യക്കാർ ചെയ്തു കൊള്ളും എന്ന പതിവ് ഭീകരധാരണയിലാണ് അവർ സാധുക്കളായ മനുഷ്യരുടെ മേൽ വെടിയുണ്ട പായിച്ചത്. എന്നാൽ ആ സ്ക്രിപ്റ്റിലുള്ള കളി വേണ്ട എന്ന് ഇന്ത്യക്കാർ പൊതുവിൽ തീരുമാനിച്ചു എന്നാണ് ഒരു ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഭീകരന്മാരെ എല്ലാത്തരം മനുഷ്യരും ഒരുമിച്ച് നിന്ന് എതിർത്തു. ജമ്മു കാശ്മീരിൽ ഹർത്താൽ നടത്തി ഞങ്ങളുടെ പേരിൽ വേണ്ട ഭീകരപ്രവർത്തനം എന്ന കാശ്മീരികൾ ഒരുമിച്ച് നിന്ന് പറഞ്ഞു. ഞങ്ങളുടെ അന്നത്തിലാണ് ഭീകരന്മാർ മണ്ണിട്ടതെന്നും തുറന്നടിക്കാൻ അവർക്ക് മടിയുണ്ടായില്ല. ദൈവം അവരെ ശിക്ഷിക്കും എന്ന് ശപിക്കാൻ മറന്നില്ല. ആ നാട്ടിലെ മനുഷ്യരെ പരിചയപ്പെട്ടവർ ചിലരെങ്കിലും തൽക്കാലം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഭീകരരുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ച് വെടികൊണ്ടു വീണ കുതിരക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ രാജ്യത്തിലെ ഹീറോ ആയി. അയാളുടെ കഥകൾ ചെറുപ്പക്കാർ പാടി നടക്കുന്നു. സുരക്ഷാ വീഴ്ച പ്രകടമായുണ്ടായ റിപ്പോർട്ടുകളുണ്ട്. സാധാരണ ജിങ്കോയിസ്റ്റ് വർത്താനം പറയുന്ന ജനറൽ GD ബഷി എന്ന പഴയ പട്ടാളക്കാരൻ ഇന്നലെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ കണക്കുകൾ സർക്കാർ എന്നെങ്കിലും ഉത്തരം പറയേണ്ടി വരും. പക്ഷെ ഇപ്പോഴല്ല. പ്രതിപക്ഷം പോലും അടുത്തടുത്ത് സർക്കാരിനെ ആക്രമിച്ചില്ല. സർവകക്ഷി യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടു. സർക്കാർ നാളേക്ക് യോഗം വിളിച്ചിട്ടുണ്ട്. സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് സ്റ്റാലിൻ പോലും പിന്തുണ പ്രഖ്യാപിച്ചു. സർക്കാർ എടുത്തുചാടി ഒരു പ്രതികരണം നടത്തിയില്ല. പാകിസ്ഥാനോട് പഴയ ലോകത്തിലല്ല എന്ന മട്ടിൽ ചില നടപടികൾ എടുത്തു എന്നേ ഉള്ളൂ. അതിൽ നിൽക്കുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഗോഗോ വിളി അർണാബ് ഗോസ്വാമിയെ പോലെയുള്ള വായാടികളും മലയാളം എഴുതുന്ന ഊളസംഖികളും പതിവ് പോലെ വെറുപ്പ് ചീറ്റിക്കാൻ നോക്കുന്നുണ്ട്. ക്രിസംഖികൾ അക്കാര്യത്തിൽ സംഖികൾക്ക് മുൻപ് ഓടുന്നുണ്ട്. മൗദൂദികളും സുഡാപ്പികളും പറ്റുന്ന രൂപത്തിലൊക്കെ വെള്ളപൂശാൻ നോക്കുന്നുണ്ട്. സംഖികളും ക്രിസംഖികളും ചില വിചിത്രവാദങ്ങളും നുണകളുമായി കോടതികൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ആ കണക്കും നമുക്ക് സൗകര്യം പോലെ എടുക്കാം. അപ്പോഴും മലയാളം പറയുന്ന മനുഷ്യർ പൊതുവെ സമനില വിടാതെ നിൽക്കുന്നു. കൊള്ളാവുന്ന വർത്തമാനം അധികമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത മേജർ രവി കാശ്മീരിൽ ജോലി ചെയ്തിട്ടുള്ള പഴയ പട്ടാള ഓഫീസറായിരുന്നു. അങ്ങേയറ്റം ഉത്തരവാദിത്തത്തോടു കൂടി സംസാരിക്കുന്നു. എന്താണ് ഭീകരന്മാരുടെ ഉദ്ദേശമെന്ന് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നു. അത് മനസ്സിലാകാതിരിക്കണമെങ്കിൽ ഒരാൾ സംഘി, ക്രിസംഖി, മൗദൂദി സംഘത്തിൽ പെട്ട ഒരാളായിരിക്കണം. കാരണം മേജർ രവി പറയുന്നത് അവരുടെ ലക്ഷ്യം മതത്തിന്റെ പേര് പറഞ്ഞാണ് അവർ വെടിവെച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ലക്ഷ്യം അവർ വെടിവെച്ച് പോയതിനു ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ മതം പറഞ്ഞ് പരസ്പരം പോരടിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുക എന്നതാണ്. എന്നാൽ അതിനെ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ചെടുക്കുമെന്നാണ് മേജർ രവി, സംഘിയായ മേജർ രവി അദ്ദേഹത്തിന്റെ സംഗീതം മാറ്റിവെച്ച് പറഞ്ഞത്. എന്നാൽ കേരളത്തിലെ സംഘികൾ അങ്ങനെയല്ല. കേരളത്തിലെ സംഘികളും ക്രിസംഖികളും മുസ്ലിമിനെ, ആ ഒരു സമുദായത്തെ വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒറ്റക്കെട്ടായി പൊരുതേണ്ടത് മതേതര കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ജാതി പറഞ്ഞ്, മതം പറഞ്ഞ് മനുഷ്യനെ രണ്ടായി തിരിച്ച് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിനെതിരെ തിരിയാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട് എന്നിരിക്കെ അതിനുവേണ്ടി സംഘപരിവാറും ക്രിസംഖികളും നെട്ടോട്ടമോടുമ്പോൾ ഒരൊറ്റ വാക്കുകൊണ്ട് അതിനെയെല്ലാം എതിർത്തത്, അതിനെയെല്ലാം നിശബ്ദമാക്കി കളഞ്ഞത് ആ വെടിവെപ്പിൽ ധീര രക്തസാക്ഷിയായ രാമചന്ദ്രന്റെ മകൾ ആതിരയാണ്. അവരെ എടുത്തു പറയേണ്ടതാണ്. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വാക്കുകളുണ്ട്. കാശ്മീരിൽ നിന്നും എനിക്ക് 2 മുസ്ലിം സഹോദരങ്ങളെ കിട്ടിയെന്നാണ്. ആ ഒരു വാക്കോടുകൂടി ഈ മതേതര കേരളത്തിലെ സംഘപരിവാർ ഉൽപ്പാദിച്ച വെറുപ്പിനെയും ക്രിസംഖികൾ ഉണ്ടാക്കിയെടുത്ത വെറുപ്പിനെയും പൊതുസമൂഹം തള്ളിക്കളയുന്ന നിലപാടാണ്, കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് FBയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ ഒരു പോസ്റ്റ് ഉണ്ട്. ഇന്ന് ഇന്ത്യക്കൊരു ആത്മാവുണ്ടെങ്കിൽ അതിന് കൊച്ചി ഇടപ്പള്ളിയിലെ ആതിരുടെ രൂപമായിരിക്കണം. സ്വന്തം അച്ഛൻ അക്രമികളുടെ വെടിയേറ്റ് കണ്ണിൽ പിടഞ്ഞു വീണിട്ടും വികാരങ്ങൾക്ക് അടിമപ്പെടാതെ തകർന്നു വീഴാതെ മതവൈര്യങ്ങൾക്ക് നാടിനെ വിട്ടുകൊടുക്കാതെ പാകതയോട് പുറത്തു വന്ന ആ വാക്കുകൾ പലയാവർത്തി കേട്ടു. മുസാഫിറും സമീറും സഹോദരന്മാരായി എനിക്കടുത്ത് നിലയുറപ്പിച്ചു. മോർച്ചറിയിൽ കൂട്ടിരുന്നു. കാശ്മീരിൽ വെച്ച് എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴും അവിടെ നിന്ന് എനിക്ക് 2 സഹോദരന്മാരെ ലഭിച്ചു. നോക്കൂ, കലിമ ചൊല്ലാൻ പറഞ്ഞും പേര് ചോദിച്ചും ഭീകരർ ആളുകളെ വധിക്കാൻ തീരുമാനിച്ചതിന് പിറകിൽ എത്ര അകറ്റിയാലും കെട്ടിപ്പിടിച്ച വേരുകൾ കൊണ്ട് തന്നെ ബന്ധിതമായി ഈ നാടിന്റെ സഹോദര്യം തകർക്കുക എന്നതായിരുന്നു.
വെടിയുണ്ടകൾക്ക് മുന്നിലും ആരതിയെയും മുസാഫറിനെയും സെമീറിനെയും പോലുള്ള മനുഷ്യർ അതിനെ പ്രതിരോധിക്കുന്നു. ആ കാഴ്ച എത്ര നിരാശയിൽ നമ്മുടെ ഹൃദയം കുളിർക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പലവട്ടം ചൊല്ലിയ പ്രതിജ്ഞ ഒരിക്കൽ കൂടി വൈകാരികമായി മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ആ വാക്കുകളിൽ എത്തുമ്പോൾ ആരതിയുടെ മുഖം മനസ്സിൽ തെളിയുന്നു. കണ്ടിട്ടില്ലെങ്കിലും ആരതിയോടൊപ്പം നിലയുറപ്പിക്കുന്ന മുസാഫറിനെയും സെമീറിനെയും ഈ നാടിന്റെ ജീവനെ, സത്തയെ, ആത്മാവിന് ഗർഭം ധരിച്ച ആ മനുഷ്യർ തോൽക്കില്ല. ഈ രാജ്യം തോൽക്കാൻ കഴിയില്ല ആർക്കും. ജയ് ഹിന്ദ് എന്നതാണ് ആ കുറിപ്പ്. ഇതിനുശേഷം ഈ കേരളത്തിലെ ജനങ്ങളോട് സത്യം അല്ലെങ്കിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ച് ആരതി നടത്തിയ പ്രതികരണത്തിന് ശേഷം സൈബർ ഇടത്തിൽ ആരതിയെ വളരെ സൈബർ ആക്രമണമാണ് ആരതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ആരാണ് അതിന് പിന്നിലുള്ളത് എന്ന്. ഈ സമൂഹത്തിൽ അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കെട്ടുറപ്പിന് ഓട്ടം തട്ടുന്ന ഈ സംഘപരിവാറിനെ തിരിച്ചറിഞ്ഞ് അവരെ ഈ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത്, ഉന്മൂലനം എന്ന് വെച്ചാൽ കൊന്നുകളയുക എന്നല്ല, മാറ്റി നിർത്തപ്പെടേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. ആരതി നേരിടുന്ന സൈബർ ആക്രമണത്തെ പറ്റിയും FB ഒരു കുറിപ്പുണ്ട്. കടുത്ത സൈബർ ആക്രമണമാണ് രാജ്യത്തിന്റെ സുരക്ഷാ പിഴവിന്റെ രക്തസാക്ഷി രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ നഷ്ടമായി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ഒരു പെൺകുട്ടിക്ക് താങ്ങായ 2 കാശ്മീർ സഹോദരങ്ങളെ കുറിച്ച് ലോകത്തോട് പറഞ്ഞതിനാണ് ആ പെൺകുട്ടി ഇപ്പോൾ വെർബൽ അബ്യൂസ് നേരിടുന്നത്. അബ്യൂസേഴ്സ് കരുതുന്നത് ആരതി എന്നത് ഒരൊറ്റയാളാണ് എന്നാണ്. ആരതി ഒരൊറ്റയാളല്ല, അവർ ഈ നാടിന്റെ പ്രതീകമാണ്. ആരാണ് ഭീകരവാദികൾ? അധികാരമുള്ളതും ഇല്ലാത്തതുമായ ഭീകര കാലങ്ങളായി ഈ നാടിനോട് ചെയ്യുന്നത് എന്താണ് എന്ന് തിരിച്ചറിവുള്ളവർ. ആരതിക്കൊപ്പം മാത്രമാണ് ഈ നാട്. കാശ്മീരിൽ അവർക്ക് ഭീകരരുടെ തോക്കിനെയാണ് നേരിടേണ്ടി വന്നത്. ഇവിടെ ഭീകരരുടെ വാക്കിനെയും. രണ്ടിന്റെ മുൻപിലാണെങ്കിലും രാമചന്ദ്രൻ മകൾ ആരതി പതറില്ല. കാരണം ആരതി ഒറ്റയ്ക്കല്ല. അതെ, കാശ്മീരിൽ ഭീകരരുടെ തോക്കിന് മുമ്പിലാണ് ആരതി നേരിട്ടതെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ ഭീകരരുടെ വെർബൽ അബ്യൂസിനാണ് ആരതി ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ആരതി, താങ്കൾ ഒറ്റക്കല്ല. ഈ കേരളം ഒന്നടങ്കം താങ്കളുടെ പിറകെയുണ്ട്. ആരതിയെ ചേർത്ത് നിർത്തേണ്ടത് മതേതര കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, ഈ ഒരു ഭീകര ആക്രമണം നടന്നതിന് ശേഷം സുരക്ഷാ പിഴവിനെ കുറിച്ചോ ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ഇന്ത്യയിൽ എന്തുകൊണ്ട് ഭീകരർക്ക് കടന്നു കയറാൻ സാധിച്ചു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊന്നുമല്ല ഈ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിച്ച് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തുന്ന, ജാതി പറഞ്ഞ്, മതം പറഞ്ഞ് കൊന്നു എങ്ങനെ ജനങ്ങൾക്കിടയിൽ വെറുപ്പ് പടർത്താമെന്ന അവലോകനമാണ് മാധ്യമങ്ങൾ, ഒരു കൂട്ടം മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും അല്ല, ഒരു കൂട്ടം മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം ഇതിനെയും നേരിടും. സംഘപരിവാറിനെയും അവർ പടച്ചുവിടുന്ന വിദ്വേഷങ്ങളെയും നേരിട്ടുകൊണ്ട് കേരളത്തിന്റെ കെട്ടുറപ്പും അരക്കെട്ടും ഒന്നുകൂടെ ഉറപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.